മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇവരുടെ രണ്ടാളുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സമാധാനവും സന്തോഷമൊക്കെ തോന്നും. കാരണം അവർ മിണ്ടാപ്രാണിയാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു സ്നേഹവും നമ്മൾ ഫുഡ് കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള സ്നേഹം അവർ തിരിച്ചു തരും. അങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകണം ഇവരുടെ കൂടെ നിന്നിട്ട്. അപ്പോൾ ആമിയുടെ വികൃതി എന്തിനാ കല്ല് കേട്ടെ തിന്നെ കല്ലോ ഇങ്ങോട്ടെ നോട്ടെ എനിക്ക് എന്താ ബിസ്ക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ലേ? കല്ലോ വിശക്കുണ്ടോ കുഞ്ഞിപ്പണ്ണിന് വിശക്കുണ്ടോ? എന്നിട്ട് ഈ കല്ലിനാണ് ഞാൻ വലിച്ചെറിയും. നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആമിക്ക് അടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ ആമി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആമി എന്താ കൊണ്ടാണ് എന്താ വായൽ നോക്കട്ടെ എന്തുണ്ട് വായൽ വികൃതി ആമി പണിട്ട് തിന്നരുത് കേട്ടോ. ചോറ് വേണോ? മിക്കു ചേച്ചിയും കുട്ടിയൊക്കെ പോയപ്പോൾ മിക്കു ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ടാൾക്കും. ആമിക്ക് പിന്നെ അങ്ങനത്തെ വിഷമമൊന്നും അറിയാറായിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും കഴിക്കണം എപ്പോഴും, അത്രയേ ഉള്ളൂ. അത് മിക്കുവിൻ്റെ കൊടുക്കുമ്പോൾ അവൻ്റെ വായന്നാണെങ്കിലും അവളത് മേടിച്ച് തിന്നും. മിക്കു കൊടുക്കുകയും ചെയ്യും. മിക്കുവിന് അങ്ങനത്തെ ഒരു ഫുഡിനോടൊന്നും അവന് വലിയ ഒരു ഇതില്ല. ആമി അങ്ങനെയല്ല. ഒരാൾക്ക് അവളെ കൊടുക്കില്ല, മറ്റാളെ നിന്ന് വാങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം ആമിക്ക്. ഫുഡ് കൊടുത്താൽ തന്നെ അവളെന്താ ചെയ്യാമെന്നറിയാം, അവളെ പകുതി കഴിച്ചിട്ട് വേഗം കഴിക്കും. എന്നിട്ട് അവൾ ഓടി വരും. അവൾക്ക് ഞാൻ മാറ്റി വെച്ച് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് മിക്കുൻ്റെ നിന്ന് കിട്ടണം അവൾക്ക്. നിൻ്റെ അടുത്ത് വന്നിട്ട് തോണ്ടനും ഇങ്ങനെ തോണ്ടുന്നെ ഇരുന്നിട്ട് കൈ കൊണ്ട് ചിലപ്പോൾ മുഖം വെച്ച് കുത്തും അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് വാങ്ങി കഴിച്ചിട്ട് അവളൊരൊറ്റ ഓട്ടം അവളെ പാത്രത്തിലേക്ക്, അവളെ ബാക്കിയുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ അത്ര സൂത്രക്കാരത്തിയാണ്. എന്നാൽ വലിയ വികൃതിയൊന്നുമില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ അവൾ ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഈ ആപ്പിളിൽ പകുതിയിലധികം കഴിച്ചത് ആമിയാണ്. മിക്ക ഒരു ടെൻഷനിൽ ഇങ്ങനെ കിടക്കുകയാണേ. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ അവൻ അങ്ങനെ തന്നെയാണ്. എന്നാലും ഒരു ശബ്ദമൊക്കെ കേട്ടാൽ അവനെ ഓടും പുറത്തേക്ക്, ആരെങ്കിലും വന്നാലൊക്കെ. അതൊന്നും അവൻ വിട്ടു കൊടുക്കില്ല. പക്ഷേ കൂടുതലും അവൻ ഇങ്ങനെ ഒരു ടെൻഷൻ മാറുന്നവരെ 2 ദിവസം ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും. ഞാൻ എന്നാലും ഇങ്ങനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കൂടെ വരും. ഒന്ന് ഓടിക്കളിക്കും, പിന്നെയും വരും. അങ്ങനെയാണ്. ആമിക്ക് പിന്നെ ആമി ഇന്നലെ സ്റ്റെപ്പിൽ നിന്നൊന്ന് ചാടിയിട്ട് കൈ ഒന്നും കൂടെ ഒളിക്കണു. അതാണപ്പോൾ അവളിങ്ങനെ കുഞ്ഞിയെ ചീച്ചു വയ്ക്കണ്ടേ? വരുന്നുണ്ടോ ആമി? വരുന്നുണ്ടോ? ഉണ്ടോ ആമി? ഏട്ടനെ വീതി അടിക്കണ്ട. എവിടേക്ക് പോയി ആമി? അവളിപ്പോൾ അവിടെ വന്നിട്ട് കടന്നു. ആമി എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു? നീ എന്താണ് മുട്ടി മാവുണ്ണാവാ? ചീച്ചു വെച്ചാൽ മതി. വാ പുറത്തേക്ക് വരും. രണ്ടാൾക്ക് ഫുഡ് കൊടുത്ത് വെച്ചിട്ടുണ്ടേ, ചൂടാറാൻ വേണ്ടി വെച്ചതാ. അതാണ് ആമി എവിടെയെങ്കിലും ഫുഡിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ അവൾ ഓടി വരും. പിന്നെ അവൾക്ക് അവിടെ നിന്നൊരു സമാധാനം ഇല്ല. ഒന്നും ചീച്ചിണ്ടോ? വാ പുറത്തേക്ക് വരും. എൻ്റെ ദേഷ്യപ്പെട്ടിരിച്ചിനെ കാണാൻ, എന്തിനാ കാണാൻ? എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.